നെയ്യാറ്റിൻകര സ്വദേശിയായ ശ്രീകുട്ടി കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. 6 മാസം മുൻപ് ആശുപത്രിയിൽ വെച്ചാണ് ശ്രീകുട്ടിയും അജ്മലും പരിചയപ്പെടുന്നത്. നൃത്ത അധ്യാപകനാണെന്ന് പറഞ്ഞാണ് അജ്മൽ ബന്ധം സ്ഥാപിച്ചത്. തുടർന്ന് സൗഹൃദം വളരുകയും ഇരുവരും ഒരുമിച്ച് നൃത്ത പഠനത്തിനായി പോകുകയും ചെയ്തു. നേരത്തെ വിവാഹിതയായിരുന്ന ശ്രീകുട്ടി പിന്നീട് വിവാഹമോചനം നേടിയിരുന്നു. ഇതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയത്. അതേസമയം കേസിൽ കസ്റ്റഡിയിലായതിന് പിന്നാലെ തന്നെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. തിരുവോണ ദിനത്തിൽ വീണ്ടും നാടിനെ നടുക്കിയ ദുരന്തം. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലാണ് കാർ സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടായത്. മൈനാഗപ്പള്ളി സ്വദേശിനി ഫൗസിയയും ഏട്ടത്തി കുഞ്ഞുമോളും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കവെയാണ് തെറ്റായ ദിശയിൽ വന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ചത്. കാറിലുണ്ടായിരുന്നത് അജ്മൽ എന്ന യുവാവും സുഹൃത്തും യുവ ഡോക്ടറുമായ ശ്രീകുട്ടിയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കുഞ്ഞുമോൾ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് വീഴുകയായിരുന്നു. താഴെ വീണ കുഞ്ഞുമോൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് പിന്നോട്ടെടുത്ത കാർ അതിവേഗം മുന്നോട്ട് പായുകയായിരുന്നു. കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി വാഹനം കയറിയിറങ്ങി. ശ്രീകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കാർ മുന്നോട്ടെടുത്തതെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ അനുസരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നത്. കാർ നിർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞുമോളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. കാറിൻ്റെ മുന്നിൽ അകപ്പെട്ട കുഞ്ഞുമോളെ രക്ഷിക്കാൻ വാഹനം നിർത്താൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ കേൾക്കാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5:45 അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയയ്ക്കും പരിക്കേറ്റു. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ കരുനാഗപ്പള്ളി വെളുത്തുമണൽ സ്വദേശി അജ്മലിനെ ഇന്ന് പുലർച്ചെ ശാസ്താംകോട്ടെ പത്താരത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. ശ്രീകുട്ടിയെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു.